ആണവ കേന്ദ്രങ്ങളിലെ അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ-ഇസ്രയേൽ സംഘർഷം രൂക്ഷം. ഇസ്രയേലിലെ ടെൽ-അവീവ്, ഹൈഫ അടക്കമുള്ള സുപ്രധാന മേഖലകളിൽ ഇറാൻ മിസൈലുകൾ വർഷിച്ചു. ഒരു മണിക്കൂറിനിടെ ഖൈബർ മിസൈൽ ഉൾപ്പെടെ 27 മിസൈലുകൾ ഉപയോഗിച്ചതായി ഇറാൻ അവകാശപ്പെട്ടു. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. കെ സജീഷ് നമുക്കൊപ്പം. കെ സജീഷ്, യുദ്ധത്തിലേക്ക് പൂർണ്ണമായും കടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന തരത്തിലല്ലേ ഇന്നത്തെ നീക്കങ്ങളെല്ലാം? സുജിയ, തീർച്ചയായിട്ടും പശ്ചിമേഷ്യ അതിഗുരുതരമായ സംഘർഷാവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. അമേരിക്ക ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ വിക്ഷേപിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ പ്രത്യാക്രമണങ്ങൾ ഇറാനും ഇസ്രയേലും തമ്മിൽ നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ ഏതാണ്ട് 30ഓളം സൂപ്പർസോണിക് മിസൈലുകൾ ഇറാൻ ഇസ്രയേലിലേക്ക് വിക്ഷേപിച്ചിട്ടുണ്ട്. അതിൽ 11 കൃത്യമായ ആക്രമണം നടത്താൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. ഇസ്രയേലി മിലിറ്ററിയുടെ ഉദ്ധരിച്ചുകൊണ്ടാണെങ്കിൽ ഏതാണ്ട് 27 മിസൈലുകൾ ഇറാൻ ഇസ്രയേലിലെ വിവിധ ഭാഗങ്ങളിൽ പതിച്ചിട്ടുണ്ട്. അതിൽ ജെറുസലേം, ടെൽ-അവീവ്, ഹൈഫ നഗരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത്. ഇത് ആദ്യഘട്ടത്തിൽ 22 മിസൈലുകളും രണ്ടാം ഘട്ടത്തിൽ 5 മിസൈലുകളുമാണ് ഇസ്രയേൽ പതിച്ചത്. ഹൈഫയിൽ ഗുരുതരമായ നാശനഷ്ടങ്ങൾ ഇതുമൂലം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇതുവരെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ 20 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ ചിലരുടെ പരിക്ക് ഗുരുതരമാണ്. അതേസമയം ഹൈഫയിൽ ഈ മിസൈൽ ആക്രമണത്തിന് മുമ്പ് സാധാരണ രീതിയിൽ സൈറൺ മുഴങ്ങാറുണ്ട്. പക്ഷേ ഹൈഫയിൽ അത്തരം അപായ മുന്നറിയിപ്പുകൾ ഈ മിസൈൽ ആക്രമണത്തിന് തൊട്ടു മുമ്പ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ സുരക്ഷിത കേന്ദ്രങ്ങൾക്ക് മാറിപ്പോയോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ കാഷ്വാലിറ്റി കൂടാൻ തന്നെയാണ് സാധ്യത. ആൾനാശം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഏതായാലും രൂക്ഷമായ ആക്രമണം ഇസ്രയേലിന് നേർക്ക് ഇറാൻ നടത്തിയിട്ടുണ്ട്. ബെൻ ഗുയോൺ വ്യോമത്താവളം കേന്ദ്രമാക്കിയും ആക്രമണം നടത്തിയായി ഇറാൻ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടില്ല. ഇസ്രയേൽ തിരിച്ചും ആക്രമണം നടത്തുകയാണ്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് രൂക്ഷമായ മിസൈൽ ആക്രമണം ഇസ്രയേലിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഇവിടെയും കാഷ്വാലിറ്റികളോ മറ്റു നാശനഷ്ടങ്ങളോ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ.